പാവലിന് പടരാൻ വേണ്ടിയിട്ട് ഒരു പ്രൂൺ ചെയ്ത ചെമ്പരത്തിയുടെ കമ്പ് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. താഴെ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പുണ്ട്, അതുവരെ പാവൽ പടർന്നുണ്ടായിരുന്നു. വേറൊരു കമ്പ് കൂടെ, ഉണങ്ങിയ വെണ്ടയുടെ കമ്പ് കൂടെയാണ് അത്. ഇപ്പോൾ ചെമ്പരത്തിയുടെ കമ്പ് കൂടെയാണ് പടർന്നിരിക്കുന്നത്. ചെമ്പരത്തി പിന്നെ എന്തായാലും വളരില്ല, അത് വായുവിലാണ് നിൽക്കുന്നത്. അതിൻ്റെ കട മണ്ണി കുത്തി വെച്ചിട്ടില്ല. മണ്ണി കുത്തി വയ്ക്കാഞ്ഞതിനൊരു കാരണമുണ്ട്. ഒന്ന്, നീളം പോരാ. എനിക്ക് വേണ്ടത് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൽ നിന്ന് മുകളിലേക്ക് ആ മതിലിലേക്ക് കയറാനുള്ളൊരു പാവലിനുള്ള അവസരമാണ്. അപ്പോൾ താഴെ കുത്തി വെച്ചാൽ അതിനുള്ള നീളം തികയില്ല. ഇപ്പോൾ അത് മതിലിലേക്ക് എത്തിയിട്ടുണ്ട്, പടർന്ന് കയറിയിട്ടുണ്ട്. പിന്നെ താഴെ കുത്തി വെച്ചാലുള്ള വേറെ കുഴപ്പം, അതിന് വേര് പിടിച്ചാൽ ചെമ്പരത്തിയും പാവലായിട്ട് മത്സരമായി. ചിലപ്പോൾ മത്സരത്തിൽ ചെമ്പരത്തി ആയിരിക്കും ജയിക്കുക. ഒരു കുഞ്ഞു ഗ്രോ ബാഗിലാണ് 3 പാവൽ ചെടികൾ വളരുന്നത്. അവർ തമ്മിലുള്ള മത്സരം തന്നെ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ വളവും മണ്ണും എക്സ്ട്രാ ഇട്ട് കൊടുത്താണ് ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ വളർന്ന് കിട്ടുകയാണെങ്കിൽ സൗകര്യമായല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ മണ്ണ് ഗ്രോ ബാഗ് ഇപ്പോൾ ഏകദേശം നിറഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ് അധികം ഇടാൻ പറ്റില്ല. ഇനിയിപ്പോൾ ജലരൂപത്തിലുള്ള വളങ്ങൾ, അതായത് NPK മിക്സ്ചർ കലക്കി ഒഴിക്കലൊക്കെ ഇനി നടക്കുന്നുണ്ടാവുള്ളൂ. അതാണ് പദ്ധതി.